ഇതേണ്ടേ ദിവൾ നാട്ടിലേക്ക് പോവാണ്. ഇവളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിട്ട് ഞാനും മനുഷ്യനും കൂടി എവിടെ പോവും എന്ന് ആലോചിച്ച് ഞങ്ങൾ നടന്ന് ഞങ്ങളെത്തിയത് രാജീവ് ഗാന്ധി നിனைവകത്തിലാണ്. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പട്ടിഷ ഇറക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് പോയത്. പക്ഷേ അവിടെ ഫോട്ടോസൊന്നും അലൗഡ് അല്ലായിരുന്നു. എന്നാലും അവർ കാണാതെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അലമ്പുണ്ടാക്കി. അവർ നോക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്ന രീതിക്കിരുന്നു. കറക്റ്റായിട്ട് വീഡിയോ എടുത്തു. അവിടെ ചെന്നപ്പോൾ അനുഷയുടെ കിളിയൊക്കെ പോയി. അവിടെ നല്ലൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലത്ത് ഒരു സ്മാരകം അവർ പണിതിരിക്കുകയാണ്. അവിടെ ഒരു പീസ്ഫുൾ സ്ഥലമാണ്, നമുക്ക് പോയിരിക്കാം. ഒരു വൈകുന്നേരമൊക്കെ പോയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇരിക്കാനേ പറ്റൂ, പുലിലൊക്കെ കയറിയിരുന്ന് നമ്മുടെ തല വെട്ടും. അങ്ങനെയാണ് അവസ്ഥ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോറടിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ക്ഷീണിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിയത് എവിടെയാണ്? നമ്മുടെ പാനിപ്പൂരി കടയിൽ. പാനിപ്പൂരി നമുക്ക് അത്ര വലിയ പ്രിയമൊന്നും അല്ല, എന്നാലും കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. രണ്ടാളും കൂടി അത് വാങ്ങി കഴിക്കാൻ കയറി. കഴിച്ചത് മാത്രമേ ഉണ്ടായിരുന്നു ഓർമ്മയുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല പോലെ എരിയുന്നുണ്ടായിരുന്നു. എന്തിനാ വേണ്ടി കഴിച്ചേ, എന്തിനാ കയറി കഴിച്ചതെന്ന് തന്നെ തോന്നിപ്പോയി. പക്ഷേ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മിൻറ്റിലേക്കാണ് വെച്ച് പിടിച്ചത്. ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും ഓടിയെത്തുന്നത് നമ്മുടെ മിൻറ്റിലേക്കാണ്. നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള കടയാണിത്. അവിടെ ചെന്ന് രണ്ടുപേരും കൂടി 2 ജ്യൂസൊക്കെ കുടിച്ചിട്ട് തിരിച്ച് തന്നെ ഹോസ്റ്റലിലേക്ക് പോയി. രാത്രി കഴിക്കാൻ ഫുഡും മേടിച്ചു. ഇത്രയുള്ള വീഡിയോ. അപ്പോൾ കാണാം. ടാറ്റാ, ബൈ.